ഞാൻ ഇവിടെ ഇരിക്കുകയാണോ? എന്താ ഇവിടെ ഇരിക്കുന്നേ? അങ്ങോട്ട് പോ, ഞാൻ എത്ര നേരം വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ. ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു ഇതൊക്കെ ആയിട്ട് വന്നു, ടൂർ പാക്കേജ് പോലത്തെ ഒരു സാധനം. സർ, ഇവിടെ നമ്മൾ കാർഡിയോളജിന്റെ ഇതുണ്ട്, ഈ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ഈക്കോ, TMT, ECG ഇങ്ങനത്തെ എല്ലാം ചെയ്യാം. അപ്പൊ ഇത് പാക്കേജാ. അങ്ങനെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ ചേച്ചി എത്ര ഒരു പാക്കേജിനൊന്നുമില്ല മോനെ, ഒരു 6,000-7,000 രൂപയൊക്കെ ഉള്ളൂ, ഇത് മൊത്തം ചെയ്തേക്കാം. മോനെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ അല്ലേ? അപ്പൊ എനിക്കൊരു നെഞ്ചിനൊരു ചെറിയ വേദന. ഇതൊക്കെ എനിക്ക് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് എനിക്ക് പല ഭയങ്കര കടുത്ത സംശയമുണ്ട്, ഇതൊക്കെ വെറുതെ തള്ളി സത്യമായിട്ടും. ഞാൻ പോയ ഹോസ്പിറ്റലിൽ വേണമെന്ന് ചോദിച്ചു നോക്കും, ഞാൻ കഴിഞ്ഞിട്ട് പരിപാടി പറഞ്ഞു. ഞാൻ അങ്ങനെ ഈ പാക്കേജ്, ടൂർ പാക്കേജ് ഒക്കെ പോലെ, ഇതെടുക്കാം, ഇത് ഫ്രീ എടുത്താ ഇത് ഫ്രീ ഉണ്ട്, അതെടുത്താ ഇതുണ്ട്. ഞാൻ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണല്ലോ ഇതിന്റെ. എനിക്ക് ഇവിടുന്ന് ഒരു ഓൾറെഡി ഈ ഗ്യാസിന്റെ അസിഡിറ്റിന്റെ പ്രശ്നം, ഒരു നെഞ്ചരിച്ചിലൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചു ഹാർട്ട് അറ്റാക്ക് വല്ലതും ആയിരിക്കും, ഇതിന് പോയി. അപ്പൊ ഈക്കോ ആദ്യം, ഈക്കോ എന്ന് പറഞ്ഞ ടെസ്റ്റ്, TMT, ഈ ട്രെഡ്മില്ല് നമ്മൾ ഇങ്ങനെ ഓടണം, ഇങ്ങനെ നെഞ്ചത്ത് ഇങ്ങനെ. അപ്പൊ നമ്മൾ ഷർട്ട് ഊരിയിട്ട്, ഞാൻ മുണ്ട് എടുത്തിരുന്നു, അപ്പൊ ഷർട്ട് ഊരി ഇവര് കുറെ സാധനങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കും. അപ്പൊ ഞാൻ മുണ്ട് ഇങ്ങനെ മടക്കി കുത്തിയിട്ട് ഈ ട്രെഡ്മിൽ ഇങ്ങനെ ഓടുന്ന സമയത്ത് 2 പെൺകുട്ടികൾ, അപ്പൊ ഞാൻ നല്ല തടിയുണ്ടല്ലോ, 2 പെൺകുട്ടികൾ എന്നിട്ട് ചിരിക്കുക. 2 പെൺകുട്ടികൾ അവിടെ ഇരിക്കുന്നത്, നഴ്സുമാര്. അപ്പൊ കുറെ ഓടി, ഒരു 10-15 മിനിറ്റോളം ഓടണം. ഓടി എന്നോട് പറഞ്ഞു, പോകുമ്പോ ഒരു സെൽഫി എടുക്കണം കേട്ടോ എന്ന്. ഞാൻ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ഇപ്പൊ ഓടുന്ന സമയത്തിന് നിനക്ക് വേണമല്ലേ? അവിടുന്ന് ഞാൻ ഇറങ്ങി, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോ സമയം ഏകദേശം 1 മണി കഴിഞ്ഞു. 9-9:30 ഞാൻ പോയതാ. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പോയി, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പോയി കഴിഞ്ഞ് തിരിച്ച് ഞാൻ ഭക്ഷണം കഴിക്കാൻ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഞാൻ കുറെ ചോര കൊടുത്തു. എല്ലാ ഡിപ്പാർട്ട്മെന്റും കുറച്ച് ബ്ലഡ് കൊടുത്തേക്കണം കേട്ടോ. ബ്ലഡോ? അവിടെ ബ്ലഡ് കൊടുത്തു, ഇവിടെ ബ്ലഡ് കൊടുത്തു, എല്ലാം കൊടുത്തു. ലാസ്റ്റ് ഞാൻ അവിടുത്തെ ക്യാൻറ്റീനിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞ് നിൽക്കുമ്പോ ഞാൻ ഇങ്ങനെ ഒരു ചപ്പാത്തി കഴിച്ചോണ്ടിരിക്കുക. അപ്പൊ എന്റെ രാവിലെ കണ്ട ഗ്യാസ്ട്രോന്റെ ഡോക്ടർ, ഞാൻ ഇവിടെ ഇരിക്കുകയാണോ? എന്താ ഇവിടെ ഇരിക്കുന്നേ? അങ്ങോട്ട് പോ, ഞാൻ എത്ര നേരം വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ എൻഡോസ്കോപ്പി എടുക്കാൻ പറഞ്ഞു വിട്ടു. അതിനുശേഷം എന്നെ പൾമനോളജി കൊണ്ടുപോയി. ഞാൻ കാർഡിയോളജിയും കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഇതിലിരിക്കുക. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് പോകണം. എന്നിട്ട് ലാസ്റ്റ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ചെറിയ പ്രശ്നമേ ഉള്ളൂ, ജലൂസിലോ ഇതോ വാങ്ങിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വന്നിട്ട് ഇതാക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പോയി. ഈ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് കഴിഞ്ഞപ്പോഴേക്കും വേറൊരു സംഭവം ഇതേപോലെ. ഇതൊക്കെ ധ്യാനിന് മാത്രം സംഭവിക്കുന്നത് എങ്ങനെയാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ല, ഇത് അച്ഛൻ്റെ ഒരു, അച്ഛൻ ഇതേപോലെ ബൈപ്പാസ് കഴിഞ്ഞിട്ട് സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ അച്ഛനിപ്പോ മഴവിലിന്റെ പരിപാടിക്കൊക്കെ വന്നല്ലോ, 2 മാസം മുന്നേ ബൈപ്പാസ് കഴിഞ്ഞിട്ട് വെന്റിലേറ്ററിൽ കിടത്തിയിരിക്കുക. ഈ വെന്റിലേറ്റർ കിടത്തിയിട്ടുണ്ട്. ഒരു സൈഡ് ഇങ്ങനെ പുള്ളിയുടെ തളർന്നു പോയി.